കനകച്ചിലങ്ക കെട്ടി കനവിലെ രംഗഭൂവിൽ കലയുടെ ചുവടുവച്ച കളിബാല്യമേ, ഇനി എൻ്റെ ജീവിതം മുഴുവനും സ്വർഗീയ നടനമായി കൂട്ടിരിക്കും ഓർമ്മകളിൽ. ഫിറോസ് കെയെ കുറിച്ചുള്ള എൻ്റെ ആദ്യ ഓർമ്മ എൻ്റെ ഒരു അംഗനവാടി കാലത്തതാണ്. അംഗനവാടിയിലെ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവദാർ സ്കൂളിൽ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ഹേമലത ടീച്ചർക്കൊപ്പം എൻ്റെ ഉമ്മയ്ക്കൊപ്പം ഞാനിവിടെ വന്നു. അന്നെന്തോ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസ് അതിന് പക്കമേളായിട്ടുണ്ടായിരുന്നത് ഫിറോസ് ക തബല വായിച്ചിരുന്നു, എൻ്റെ ഒപ്പം ഹാർമോണിയം, പിന്നെ ഗംഗാധരേട്ടൻ, അങ്ങനെ ആരും ഉണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ. അന്ന് ഉമ്മ പഠിപ്പിച്ച ഒരു പാട്ട് ഞാൻ അവിടെ പാടിയെന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞു. പണ്ടു പണ്ടൊരു കാട്ടിലെ മാണിക്യ കൊട്ടാരക്കൂട്ടിലെ എന്നുള്ളതായിരുന്നു ആ പാട്ട്. അതിനെനിക്ക് അന്ന് തബല വായിച്ചത് ഫിറോസ് കെയാണ്. അതാണ് എൻ്റെ മനസ്സിൽ ഫിറോസ് ഖാനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തെളിമയോടെ നിൽക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പം ഞങ്ങള് പിന്നെ ഗൾഫിൽ പോയ സമയത്ത് ലുലുവില് പാടിക്കൊണ്ടിരിക്കുന്ന ഫിറോസ് ഖാനെ കണ്ടൊരു ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു 16-17 വർഷങ്ങൾക്ക് മുൻപ് ഫിറോസ് കെയുടെ ട്യൂൺസിൽ ഞാന് ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ഗുരു ദിനേശ് ദേവദാസ് ജിയുടെ അടുത്ത് പഠിക്കാൻ പോയ സമയത്താണ് ഞാൻ വീണ്ടും ഫിറോസ് കെയെ കാണുന്നതും ഞങ്ങളുടെ ആ പഴയ പരിചയം പുതുക്കുന്നതും. അവിടെ നിന്ന് അങ്ങോട്ട് ഫിറോസ് കെയുടെ കൂടെ ഒരുപാട് പരിപാടികളിൽ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം ഉണ്ടായി. ഫിറോസ് കെ എന്ന ഗായകനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ പാഠം എന്താന്ന് വെച്ചാല്, പാട്ട് എങ്ങനെയാണ് അർത്ഥമറിഞ്ഞ് അതിന്റെ ഭാവം ഉൾക്കൊണ്ട് പാടേണ്ടത് എന്നാണ്. മുമ്പ് ഞാൻ അങ്ങനെ അത്ര ശ്രദ്ധിച്ചൊന്നുമല്ല പാടിയിട്ടുണ്ടായിരുന്നത്. എന്നോട് ഹസ്ബൻഡ് പറയായിരുന്നു പാട്ട് നമ്മുടെ മനസ്സിലേക്ക് എടുത്ത് അറിഞ്ഞ് പാടണം, പക്ഷെ അതെങ്ങനെ പാടുക എന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. പക്ഷെ ഫിറോസ് കെയുടെ പാട്ടുകൾ, പ്രത്യേകിച്ച് വടകര കൃഷ്ണദാസേട്ടന്റെ PT അബ്ദുറഹ്മാൻ സാഹിബിന്റെ പാട്ട് കോന്തലക്കൽ നീ എനിക്കായി, അതൊരു പരിപാടിയിൽ ഫിറോസ് കെ പാടി കേട്ടപ്പോഴാണ് സത്യത്തില് എങ്ങനെയാണ് നമ്മൾ ഒരു പാട്ടിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് അത് കേൾവിക്കാരിലേക്ക് അത്രയും ഭംഗിയോടെ എത്തിക്കേണ്ടത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ഫിറോസ് കെ എൻ്റെ ഗുരുവാണ്. മറ്റൊന്ന്, ഫിറോസ് ക നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. തരങ്ങളില്ലാതെ, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ഹൃദയത്തിലേക്ക് എടുക്കാനും അതുപോലെ സ്നേഹം കൊടുക്കാനും കഴിയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെയും ഈ കേൾക്കുന്ന എല്ലാവരുടെയും അനുഭവം മറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഒരു 10 വർഷമായപ്പോ അതൊരു ആകസ്മികമായിട്ട്, ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴുള്ളൊരു മരണം ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരാഘാതമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു അനുസ്മരണ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുകയും ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായി അതിന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ. എന്നിട്ടും അതിന്റെ അവസാന ഘട്ടം വരേക്കും ഞങ്ങളോട് കൂടെ നിന്ന് ആ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ മുന്നിൽ നിന്നിരുന്ന ഒരാള് ഫിറോസ് കെ തന്നെയാണ്. അത് മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കുച്ച് ദിൽ നേ കഹാ എന്നുള്ള പരിപാടിയിൽ ഞാൻ ഫസ്റ്റ് പ്രോഗ്രാം കോഴിക്കോട് നടക്കുമ്പോൾ ഞാൻ തിരൂരിൽ നിന്നുള്ള നമ്മുടെ സെയിൽറ്റിയാക്ക് അടക്കമുള്ളവരോടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു ഫിറോസ് കെയോടും പറയുന്നു. ഫിറോസ് കെ ആ സമയത്ത് നല്ല തിരക്കുള്ള ആളാണ്, ഇപ്പോഴും അതെ. എന്നാലും അത്തരം തിരക്കുകളിൽ നിന്നൊക്കെ ഒരു ഒഴിവ് കിട്ടിയ സമയത്ത് അദ്ദേഹം എൻ്റെ പരിപാടി കേൾക്കാൻ വരികയുണ്ടായി, അവിടെ കുറച്ച് സംസാരിക്കുകയുണ്ടായി. വലിയൊരു സന്തോഷം തരുന്ന, എപ്പോഴും തമാശകൾ, എന്താ പറയാ, നമ്മൾ കേട്ട് ചിരിച്ചിങ്ങനെ പോകുന്ന ഒരുപാട് തമാശകൾ, അതിൽ കൂടെ ഒരുപാട് അറിവുകൾ ഫിറോസ് കെയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ച് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് സ്വന്തം നാട്ടിൽ നിന്നാകുമ്പോൾ അതിലേറെ. ഇപ്പോ ഫിറോസ് ഖാന്റെ ജീവിതത്തിലെ, സംഗീത ജീവിതത്തിലെ 50 ആണ്ടുകളെ നമ്മൾ ആഘോഷിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 19-20 തീയതികളിലായിട്ടാണ് ഈ പരിപാടിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഫിറോസ് കെക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഇതോടൊപ്പം
നേരുന്നു.